ഹലോ, വെൽക്കം ടു അമ്മാസ് ഡയറി. നമുക്ക് ഇന്ന് കുഞ്ഞി പിള്ളേരിൽ, അതായത് ജനിച്ച അന്ന് മുതൽ യൂസ് ചെയ്യാൻ പറ്റിയ സോപ്പ് ഏതാണ് എന്ന് എൻ്റെ സജഷനാണ്. അതായത് ഞാൻ എൻ്റെ മോൾക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നിയ സംഭവം മാത്രം നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. അപ്പോൾ ഏറ്റവും ആദ്യം ഞങ്ങൾ റിസർച്ചിലൂടെയൊക്കെ നോക്കി ഞങ്ങൾ കുഴപ്പമില്ലാത്ത കെമിക്കൽ ഫ്രീ ഇല്ലാത്ത സാധനങ്ങളൊക്കെ എനിക്ക് കുഞ്ഞിന് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ച സോപ്പായിരുന്നു ഇത്. സോൾ ഫ്ലവർ എന്ന് പറഞ്ഞ കമ്പനിയുടെ കുറച്ച് സാമ്പിൾസ് ആണ് ആദ്യം പർച്ചേസ് ചെയ്തത്. അത് കുഞ്ഞിന് വേറെ അലർജി കാര്യങ്ങളൊന്നും ഇല്ല എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് കെമിക്കൽ ഫ്രീ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ വരുന്നത്. അതിൽ വേറെ കണ്ടൻസ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ സാമ്പിൾസ് ആണ് വാങ്ങിച്ചത്. ഇത് സാമ്പിൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 15 എണ്ണോ 12 എണ്ണോ നമുക്ക് കിട്ടും. എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ എന്നാലും പല പല ഫ്ലേവറിലും പല പല മണത്തിലും ഉള്ള നമുക്ക് സോപ്പുകൾ കിട്ടും. ഇതിപ്പോൾ ലാവൻഡറും പെപ്പർമിൻറ്റുമാണ് എൻ്റെ കയ്യിൽ ഇരിക്കണേ. അപ്പോൾ ഇതിങ്ങനെ കുറേ നാളങ്ങനെ ഇരിക്കുകയൊന്നുമില്ല. നമ്മൾ ചൂടുള്ള സ്ഥലത്തൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മെൽറ്റായി പോകും. ഇതിൽ കെമിക്കൽ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ആദ്യത്തെ നാൾ ഞാൻ കുറച്ച് നാൾ ഇത് യൂസ് ചെയ്തു. ആദ്യത്തെ 2 മാസം ഞാൻ ഇത് യൂസ് ചെയ്തു. പിന്നെ ഇതിൻ്റെ തന്നെ വലിയൊരു ബാറ് വാങ്ങിച്ചിരുന്നു. അത് ജിഞ്ചർ ആൻഡ് ലെമൺ ആണ്. അതിന് കുറച്ച് റേറ്റ് ഉണ്ട്, പക്ഷെ എന്നാലും നല്ല സോപ്പായിരുന്നു. പിന്നെ ഞാനത് നിർത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഞ്ചറും ലെമണും ഒന്നും കുഞ്ഞിന് ജനിച്ച സമയത്ത് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വയസ്സിനുള്ളിലൊന്നും യൂസ് ചെയ്യണം നല്ലതല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ സോപ്പിനെ നേരെ മാറ്റിയിട്ട് പിന്നെ വീണ്ടും നോക്കി പിടിച്ച് വന്നിട്ട് ഞാൻ ഈ സോപ്പ് വാങ്ങിച്ചു. മദേഴ്സ് സ്പർഷിൻ്റെ pH വാല്യൂ 5.5 ഉള്ള സോപ്പ് ഫ്രീ ആയിട്ടുള്ള സോപ്പാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് കോക്കനട്ട് ഓയിലും മിൽക്ക് പ്രോട്ടീനും വൈറ്റമിൻ ഇയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇവർ തന്നെ പറയുന്നുണ്ട് 0+ മന്ത്സ് മുതൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഡെയിലി മോയ്സ്ചറൈസിങ് മിൽക്കി സോഫ്റ്റ് ബേബി ബാത്തിങ് ബാർ ആണത്. അതുകൊണ്ട് തന്നെ എനിക്കിത് യൂസ് ചെയ്തപ്പോൾ ഉള്ള ഫീലിംഗ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് വേറൊരു സോപ്പ്, ഇപ്പോൾ ഒരു ദിവസം ഈ സോപ്പ് ഉണ്ടായിരുന്നില്ല, അത് ഓർഡർ ചെയ്തിട്ട് പിറ്റത്തെ ദിവസം വന്നേ, പക്ഷെ നമ്മുടെ സോപ്പ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ നോർമൽ ഒരു ഡവിൻ്റെ സോപ്പ് ഞാൻ കുഞ്ഞിന് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂസ് ചെയ്തപ്പോൾ അന്ന് കുളിപ്പിച്ച് തോർത്തി കഴിഞ്ഞപ്പോൾ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ അത്രയും നാൾ നമ്മൾ ഈ സോപ്പ് യൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇല്ല. എപ്പോഴും നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആൻഡ് മിൽക്കി സ്ട്രക്ചർ അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് സ്ട്രക്ചറാണ് നമുക്ക് കുഞ്ഞിന് കിട്ടാറ്. കാരണം മെയിൻ ഇതിനകത്ത് കോക്കനട്ട് ഓയിലിൻ്റെ കണ്ടന്റ് ഉണ്ട്, അതുപോലെ മിൽക്ക് പ്രോട്ടീനൊക്കെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാണ്. നിങ്ങൾക്കും ഇത് ഒരു മടിയില്ലാണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇനി സോൾ ഫ്ലവറിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതും തരാം, അല്ല ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇത് അയച്ചു തരാം. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ റീൽ എനിക്ക് ഷെയർ ചെയ്തിട്ട് സോൾ ഫ്ലവറിനോ അല്ലെങ്കിൽ നമ്മുടെ ബാത്തിങ് സോപ്പെന്നോ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക്